ഏറ്റവും പുതിയ KTM RC200ൻ്റെ ബ്ലാക്ക് വേരിയൻറ്റിൻ്റെ വോക്ക് അറൗണ്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതാണ് നമ്മുടെ RC200ൻ്റെ ഏറ്റവും പുതിയ ബ്ലാക്ക് കളർ വേരിയൻറ്റ് 2024 ഇറങ്ങിയ ഒരു കളർ വേരിയൻറ്റാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നമുക്കിപ്പോൾ കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധയപ്പെടുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ഡൗട്ട് ആയിട്ടുള്ള വിൻവൈസറാണ്. നമ്മുടെ നോർമൽ എഡിഷൻസിലൊക്കെ തന്നെ ഇത് ക്ലിയർഡ് ആയിട്ടാണ് വരുന്നത്. MotoGP എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിൻറ്റഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടിൻറ്റഡ് സാധനം നമുക്കിപ്പോൾ ഈ ഒരു ബ്ലാക്ക് വേരിയൻറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പുതിയ LED ഹെഡ് ലാമ്പ് ഇവിടെ കാണാൻ സാധിക്കും. DRLs വരുന്നുണ്ട്, സൈഡിലുള്ള നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വണ്ടി വന്നിരിക്കുന്നത്. പ്ലസ് ആ ഒരു ഓറഞ്ച് സബ് ഫ്രെയിം കാണാനായിട്ട് ഭയങ്കര രസമാണ്, നല്ലപോലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ സ്കീമിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് നമുക്ക് വന്നിരിക്കുന്നത് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. പ്രീവിയസ് ജനറേഷൻ RC200നെക്കാളും ഏകദേശം 2.5 കിലോഗ്രാമോളമാണ് ഒരു അലോയ് വീലിൻ്റെ വെയിറ്റ് ഇതിൽ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് അൺസ്പ്രങ് മാസ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് MRFൻ്റെ റെഫ് FC1 സീരീസിൽ വരുന്ന റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. റേറ്റഡ് ആയിട്ടുള്ള ഒരു ടയറാണിത്. 110 സെക്ഷനാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ടയർ സൈസ് എന്ന് പറയുന്നത്. ബാക്കിൽ നമുക്ക് 150 സെക്ഷനാണ് കിട്ടുന്നത്. ബാക്കിലും 17 ഇഞ്ച് അലോയ് വീൽ തന്നെയാണുള്ളത്. സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ WPയുടെ Apex 43 mm USD ഫോർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റബിലിറ്റി കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല, നോർമൽ USD ഫോർക്ക് തന്നെയാണ്. പക്ഷേ പ്രീവിയസ് ജനറേഷനേക്കാളും കുറച്ചും കൂടെ ട്യൂണിങ്ങിൽ വ്യത്യാസമുള്ളത് കൊണ്ടൊക്കെ തന്നെ വാഹനം ഓടിക്കാനായിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളാണ് ഈ ഒരു സസ്പെൻഷൻ യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ബാക്ക് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് WP Apex സീരീസിൽ വരുന്ന 10 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് അബ്സോർവറുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമാണ്. പ്രീവിയസ് ജനറേഷനേക്കാളും റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ ട്രെല്ലിസ് ഫ്രെയിമാണ്. വെയിറ്റ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബോൾട്ട് ഓൺ സബ് ഫ്രെയിമാണ്. അതായത് നേരത്തെ RCക്ക് നമുക്ക് ഒറ്റ ഫ്രെയിം ആൻഡ് സബ് ഫ്രെയിമായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വാഹനം ഒരു ക്രാഷ് സംഭവിച്ച് നമ്മുടെ ഷാസിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻറ്റയർ ഷാസി ഒന്നിച്ച് മാറണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ക്രാഷ് സംഭവിച്ച് നമുക്ക് സബ് ഫ്രെയിമിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിന് എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ ഇതൊരു ബോൾട്ട് ഓൺ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ എൻറ്റയർലി ഇത് മാറേണ്ട കാര്യമില്ല. ഏത് പാർട്ടിനാണോ ഡാമേജ് സംഭവിച്ചത് ആ പാർട്ട് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതുപോലുള്ളൊരു സ്പോർട്സ് ബൈക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. കാരണം ട്രാക്കിലൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ക്രാഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ പുതിയ ആ ഒരു അലുമിനിയം സ്വിങ്ങാം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഇപ്പോഴും വാഹനത്തിനുള്ളത്. 199cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC എഞ്ചിനാണ്. 25 PS പവർ, 10,000 RPM പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ 19.2 Nm ടോർക്ക്, 8,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണിത്. പ്രീവിയസ് ജനറേഷനേക്കാളും കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ലോ ആൻഡ് മിഡ് റേഞ്ച് ടോർക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ എയർ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 40% ലാർജർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വാഹനത്തിൻ്റെ പവർ ആൻഡ് ടോർക്ക് ഡെലിവറിയിലും നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 158 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ 160 കിലോഗ്രാമോളമാണ് വാഹനത്തിൻ്റെ കെർബ് വെയിറ്റും വരുന്നത്. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 835 mm ആണ്. ഇച്ചിരി ടോൾ സൈഡിലേക്കാണ്. പക്ഷേ ഈ ഒരു സീറ്റിൻ്റെയും ടാങ്കിൻ്റെയും ഡിസൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നാരോ ഡൗൺ ആയിട്ടാണ് വരുന്നത് ഈ ഒരു പോർഷനൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാല് തറയെ കുത്താനായിട്ട് ഈ ഒരു വാഹനത്തിന് സാധിക്കും. ഈവൻ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി അതൊരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ റീഡിസൈൻഡ് ആണ്. ഇതാണ് നമ്മുടെ റൈഡർ സീറ്റ് വരുന്നത്. പ്രീവിയസ് ജനറേഷനേക്കാളും കുറേ കൂടെ പാഡിംഗ് ഉള്ള, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ പില്ലൻ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് വരുന്നത്. എങ്കിൽ കൂടി പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സപ്പോർട്ട് തരുന്ന സീറ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രാബറയിലും ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ടെയിലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, കുറച്ചും കൂടെ ഷാർപ്പറായിട്ടുള്ളൊരു ടെയിലാമ്പ് ഡിസൈനാണ് ഇപ്പം ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. നേരത്തെ ഉണ്ടായിരുന്ന RCയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു ടാങ്ക് റേഞ്ച് ഭയങ്കര കുറവായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു പുതിയ ജനറേഷനിൽ നമുക്ക് 13.7 ലിറ്ററിൻ്റെ ഒരു മെറ്റൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ ടാങ്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ് പോലെയുള്ള ആക്സസറീസ് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം ടൂറിങ്ങിനാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു സ്പോർട്സ് ടൂറായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന RCയിൽ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെയായിട്ടായിരുന്നു ബാറ്ററി വന്നിരുന്നത്. അതവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ടാങ്കിൻ്റെ ബാക്കിൽ, അതായത് സീറ്റിനോട് ചേർന്ന് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വാഹനത്തിൻ്റെ മാസ് സെൻട്രലൈസേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫ്യൂലിൻ്റെ വെയിറ്റും
റൈഡറിൻ്റെ വെയിറ്റും ഈ ബാറ്ററിയുടെ വെയിറ്റും ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ പോർഷനിലേക്കാണ് സെൻട്രലൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എഞ്ചിനും എല്ലാം ഒറ്റ ലൈനിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ കുറേ കൂടെ ബെറ്റർ ഹാൻഡ്ലിങ്ങും റൈഡിങ് കംഫർട്ടും ഒക്കെ തന്നെ ഈ ഒരു ഡിസൈനാണ് പ്രീവിയസ് ഡിസൈനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെയും കൂടെ ഒരു ഗുണം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൺസോളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LCD മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. KTM വാഹനങ്ങളുടെ മീറ്റർ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിലും നമുക്ക് വന്നിട്ടുണ്ട്. വലിയൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടാക്കോമീറ്റർ, ഫ്യൂവൽ ഗേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മീറ്ററിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് 2 ട്രിപ്പ് മീറ്റേഴ്സ്, അതുപോലെ തന്നെ ഫ്യൂവൽ റേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂവൽ എഫിഷ്യൻസി, ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായിട്ട് വരുന്ന മോഡലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു ഷിഫ്റ്റ് ലൈറ്റ് വരുന്നുണ്ട്, ബാക്കി വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു സൈഡിലാണ്. സോ അത്യാവശ്യം മോശമില്ലാത്ത ഒരു മീറ്റർ കൺസോൾ എന്ന് തന്നെ വേണം അതിനെ പറയാനായിട്ട്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഫീച്ചർ വൈസായിട്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,80,000 രൂപയാണ് ഓൺ റോഡ് പത്തനംതിട്ട ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസിന് എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ RC200 എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു കളർ വേരിയൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതോടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാഹനം നമ്മുടെ KTM പത്തനംതിട്ട ഷോറൂമിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ പൈസ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസം വിത്തിൻ 3 ഡേയ്സ് നിങ്ങൾക്ക് വാഹനം റോഡിലിറക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഇവരുടെ തന്നെ റൈഡിങ് ആക്സസറീസ് ആൻഡ് റൈഡിങ് ഗിയർ ഷോപ്പുണ്ട് ഇഗ്നേറ്റ് സ്ട്രീറ്റ് പത്തനംതിട്ട. അവിടെ നിന്നും നിങ്ങൾക്ക് 6,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള റൈഡിങ് ഗിയർ പർച്ചേസുകളിന്മേൽ 15% ഓഫും അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ KTM പത്തനംതിട്ടയിൽ നിന്നാണ് KTM ബൈക്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറും കൂടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പോൾ പുതിയ KTM മോഡൽസിനൊക്കെ തന്നെ 5 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 75,000 കിലോമീറ്ററാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ഹ്യൂജ് ചേഞ്ചാണ് വാറണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പം അതും ഇപ്പം ഈ ഒരു വാഹനം എടുക്കുന്നതിനെ കുറേ കൂടെ ബെറ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ എടുക്കുന്നവർക്ക് 1 വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസും ഫ്രീ ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു KTM വാഹനം വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോഴെന്ന് ഞാൻ പറയും. കാരണം ഈ പറയുന്ന ഓഫേഴ്സൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ പുതിയ RC എങ്ങനെയുണ്ടെന്നും കൂടെ പറയുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ KTM ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും അതുപോലെയുള്ള ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നതായി ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.